We will now move into the technical session where our eminent speakers will focus on two crucial areas. One is the Z certification and MSME and the government support schemes available for entrepreneurs. Our first technical session, we are very happy to have Mr. Shanavas, Senior Director, Kerala State Productivity Council. Sir will be speaking on Z certification and MSME and how zero defect, zero effect standards can help micro, small and medium enterprises enhance quality, productivity and competitiveness. Sir, please. Very good afternoon to all of you. ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫോർ MSMEക്ക് അതിന് നേതൃത്വം നൽകുന്ന ചെയർമാനും കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ചെയർമാനുമായിരുന്ന എൻ എ മുഹമ്മദ് കുട്ടി സാറിനും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം പ്രൊഡക്ടിവിറ്റി കൗൺസിൽ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. കാരണം പ്രൊഡക്ടിവിറ്റി കൗൺസിൽ സ്ഥാപിതമായത് 1959 സ്ഥാപിതമായ ഒരു സ്വയംഭരണ അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളി സംഘടനകളുടെയും ഒരു സംയുക്ത സംരംഭമാണ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. 1958 നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ കേന്ദ്ര ഗവൺമെൻറ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഡൽഹിയിൽ സ്ഥാപിതമായി. അതിനുശേഷം ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ലോക്കൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലാണ് കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഉൽപാദനക്ഷമത അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ ഏറ്റവും പരമായ ലക്ഷ്യം. അതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യവസായം, അതിൽ നമ്മൾ പല വ്യവസായ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക്, സർവീസ് സംഘടനകൾക്ക് വിവിധങ്ങളായ സേവനങ്ങളാണ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്രോഗ്രാംസാണ്. നമ്മൾ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ വെച്ചിട്ട് തന്നെ എല്ലാ ആഴ്ചകളിലും വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. അതിൽ ടെക്നിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്, നോൺ ടെക്നിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഏരിയകളിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ വീക്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല ഓർഗനൈസേഷൻസിനും അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് ആസ് പെർ ദെയർ റിക്വയർമെൻറ്റ് ട്രെയിലർ മെയ്ഡ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി ഓർഗനൈസേഷൻ പോവുക, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുക ബേസ്ഡ് ഓൺ ദെയർ റിക്വയർമെൻറ്റ്. അപ്പോൾ അതൊരു ട്രെയിനിങ് പ്രോഗ്രാം വിങ്ങാണ്. അതേപോലെ നമ്മൾ കൺസൾട്ടൻസി സർവീസസ് കൊടുക്കാമെന്ന് പറഞ്ഞു പല ഏരിയയിലും. അപ്പോൾ നമുക്ക് പല ഏരിയയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നൊരു വിങ്ങുണ്ട്. നമുക്ക് പല സ്ഥാപനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പല ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ജോലി ചെയ്യുന്ന ആളുകൾ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അത് ഓപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ഓപ്റ്റിമൽ നമ്പർ ഓഫ് ആളുകളാണോ, ആ ജോലി ചെയ്യാൻ ആവശ്യമുള്ള ആൾ കുറവാണോ കൂടുതലാണോ, അത് സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തി ഓപ്റ്റിമം ആളുകളെ സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏതൊരു ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാലും ആ ജോലി ചെയ്യാൻ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്താലും അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉൽപ്പാദനക്ഷമത കിട്ടില്ല, ആളുകൾ കുറഞ്ഞാലും ഉൽപ്പാദനക്ഷമത കിട്ടില്ല. അപ്പോൾ അത് ഓപ്റ്റിമൽ ലെവലിൽ ഓരോ ജോലി ചെയ്യുന്ന ആളുകളുടെയും യൂട്ടിലൈസേഷൻ പഠിച്ച് അതിന് ആ എൻവയൺമെൻറ്റ്, അവർ വർക്ക് ചെയ്യുന്ന എൻവയൺമെൻറ്റ് മനസ്സിലാക്കി അതിന് റിലാക്സേഷൻ അലവൻസ് കൊടുത്ത് അങ്ങനെ ഇൻ്റർനാഷണൽ ലേബർ ലോയിൽ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഇൻഡസ്ട്രി ഡിവിഷനുണ്ട്. അതേപോലെ നമ്മൾ ഓർഗനൈസ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക, ഇൻസെൻറ്റീവ് സ്കീം ഡിസൈൻ ചെയ്യുക, പ്രോസസ് ലേഔട്ട് ഡിസൈൻ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ഒരു ഏരിയയിൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഏരിയയാണ് എനർജി മാനേജ്മെൻറ്റ്. എനർജി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓർഗനൈസേഷൻ്റെയും എനർജി എഫിഷ്യൻസി. ഇപ്പോൾ 2001 ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പവറിന് കീഴിൽ വരുന്ന ഒരു ബോഡി 2001 നമ്മൾ എനർജി കൺസംഷൻ ആക്ട് പാസ്സാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്ഥാപനം വന്ന് ഡൽഹിയിൽ. ആ ആക്ടിൻ്റെ വെളിച്ചത്തിൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം എനർജി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ഓർഡറുണ്ട്, നിയമമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ST കൺസ്യൂമേഴ്സ്, അതായത് 11 kV സപ്ലൈ എടുക്കുന്ന എല്ലാ കൺസ്യൂമേഴ്സും once in 3 years എനർജി ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നത് കേരള ഗവൺമെൻറ് ഓർഡറുണ്ട്. 2014 ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം പോയി എനർജി ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്ത് അവിടെ എഫിഷ്യൻസി ലെവൽ, എനർജി എഫിഷ്യൻസി എത്രയുണ്ട്, ഏതൊക്കെ എക്യുപ്മെൻറ്റ് അവർ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതെല്ലാം മനസ്സിലാക്കി അവർ എങ്ങനെ എനർജി കോസ്റ്റ് കുറയ്ക്കാം, അതുവഴി അവരുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിനുള്ള ഒരു സർവീസ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ എംപാനൽഡ് എനർജി ഓഡിറ്റ് ഫേം കൂടെയാണ്.
പിന്നെ നമുക്ക് വേറൊരു ഏരിയ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ്. ഓരോ സ്ഥാപനത്തിലും സേഫ്റ്റി അവയർനെസ് എന്ന് മാത്രമല്ല സേഫ്റ്റി ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് എവിടെയെങ്കിലും അൺസേഫ് കണ്ടീഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ഓഡിറ്റ്, എൻവയോൺമെന്റ് ഓഡിറ്റ്, അങ്ങനെ പല സേവനങ്ങൾ ആ ഏരിയയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വാളിറ്റി സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ. പല സ്ഥാപനങ്ങൾക്കും നമ്മൾ ISO സ്റ്റാൻഡേർഡ്സ്, 9001 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, 14001 എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, 22000, 45001, 50001, അങ്ങനെ വിവിധങ്ങളായ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സപ്പോർട്ട് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ കൊടുക്കുന്നുണ്ട്. റൈറ്റ് ഫ്രം ഡോക്യുമെന്റഡ് സ്റ്റേജ് തുടങ്ങി അതിന്റെ സർട്ടിഫിക്കേഷൻ ലെവൽ വരെ നമ്മുടെ മോണിറ്ററിംഗിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് സർവീസസ് നമ്മൾ വേറൊരു ഏരിയ ആണ്. പല സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ പബ്ലിക് സെക്ടർ ആയിക്കോട്ടെ നമ്മൾ റിക്രൂട്ട്മെന്റ് സർവീസസ് റൈറ്റ് ഫ്രം അഡ്വർടൈസ്മെന്റ്, ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ്, അതിൻ്റെ കണ്ടക്ട് റിട്ടേൺ ടെസ്റ്റ്, അതിൻ്റെ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നമ്മൾക്ക് റൈറ്റ് ടാലൻസിന് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇതാണ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ നമ്മൾ 1959 മുതൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. കാരണം MSME എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ സേവനങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ പലർക്കും അറിവുണ്ടോ സംശയമുണ്ട്. കാരണം പലതും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത്രയും നമ്മളായിട്ട് അധികം കമ്മ്യൂണിക്കേഷൻ വരാറുണ്ടായില്ല. നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഈ 2016-17 കാലഘട്ടത്തിലാണ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഈ സീറോ ഡിഫക്റ്റ് സീറോ എഫക്റ്റ് Z എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ MSME ലോഞ്ച് ചെയ്ത് 2017 ഇത് 16-17 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതിന് ഉദ്ദേശം Z എന്ന് പറയുന്നത് സീറോ ഡിഫക്റ്റ് സീറോ എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ, സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് ഡിഫക്റ്റ് ഫ്രീ ആയിരിക്കുക, എന്നുവെച്ചാൽ അത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു 100 പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ 5-6 എണ്ണം റിജക്ഷൻ ആവുന്ന കേസ് അത് സ്വാഭാവികമാണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. ഒരു MSME സംബന്ധിച്ച് ഒരു 6 പ്രോഡക്റ്റ് റിജക്ഷനായി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വലിയ കാര്യമുള്ള കേസല്ല. കാരണം അത് സ്വാഭാവികമല്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അത് പറ്റില്ല എന്ന രീതിയിൽ 100% നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ ക്വാളിറ്റി യാതൊരു കോംപ്രമൈസ് ചെയ്യാതെ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്നു, നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലും പ്രോഡക്റ്റ് പോകുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ വി ഷുഡ് എൻഷുർ ദാറ്റ് ദ പ്രോഡക്റ്റ് ഈസ് ഹാവിങ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എൻഷുർ ദാറ്റ് പ്രോഡക്റ്റ് മീറ്റ്സ് ഓൾ ദ എന്താ പറയുക പാരാമീറ്റേഴ്സ് ആസ് പെർ ഡിസൈൻ. അപ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാതെ പ്രോഡക്റ്റ് പോകണം. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സീറോ എഫക്റ്റ്. നമ്മുടെ ആ പ്രോസസ്സ് കൊണ്ട് നമ്മുടെ എൻവയൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള ദോഷം ഉണ്ടാവരുത്. ആ പ്രോസസ്സ് കൊണ്ട് അതാണ് നമ്മൾ സീറോ എഫക്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എന്തൊക്കെ നമ്മളവിടെ മേ ബി ലിക്വിഡ് വേസ്റ്റ് അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് പല വേസ്റ്റുകളുണ്ടാവും. അതൊന്നും നമ്മൾ എൻവയൺമെൻറ്റിലേക്ക് തള്ളിവിടാതെ അത് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്ത് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണം. ഈ 2 കാര്യങ്ങളാണ് ഗവൺമെൻറ് ഈ പറഞ്ഞ സ്കീമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്കീം ലോഞ്ച് ചെയ്ത് മിനിസ്റ്റർ ഓഫ് MSME ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ 2017 ഈ സ്കീം വന്നു. നമ്മൾ അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ് പാർട്ണറായിട്ട് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിട്ട് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ മാറി. അന്ന് തന്നെ നമ്മൾ ഇതിൽ ഈ Z കൺസൾട്ടൻറ്റ്, Z അസസർ എന്ന് പറഞ്ഞ കാറ്റഗറി ആളുകൾ ക്രിയേറ്റ് ചെയ്തു. അതൊരു 5 day പ്രോഗ്രാം അവർ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് അതൊരു എക്സാമിനേഷൻ വഴിയാണ് ഈ പറഞ്ഞ Z കൺസൾട്ടൻറ്റ് എന്ന Z അസസർ എന്ന പല ആളുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അന്ന് നമ്മൾ ഈ സ്കീം വന്നപ്പോഴും ഒരു 40ഓളം പാരാമീറ്റർ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടായാൽ മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിൽ 3 തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ബ്രോൺസ് ഉണ്ട്, Z ബ്രോൺസ് സർട്ടിഫിക്കേഷൻ, Z സിൽവർ സർട്ടിഫിക്കേഷൻ, Z ഗോൾഡ് സർട്ടിഫിക്കേഷൻ. 3 ലെവൽ സർട്ടിഫിക്കേഷനാണ് ഈ സ്കീമിലുള്ളത്. ഈ ബ്രോൺസ് സർട്ടിഫിക്കേഷൻ ഈ Z-ന്റെ ജേർണി എന്ന് സ്റ്റാർട്ട് പറയുന്നത് ബ്രോൺസിലാണ്. അപ്പോൾ ഈ ബ്രോൺസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമുക്ക് വളരെ മിനിമം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബ്രോൺസ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൽ നമ്മൾ പ്ലാനിൽ വന്ന് 2-3 കാര്യങ്ങളുള്ളൂ. ഒന്ന് നമുക്ക് സ്വച്ഛ് വർക്ക് പ്ലേസ്, നമ്മുടെ പ്ലാനുകൾ നീറ്റാണെന്നുള്ള പ്രൂഫ് കൊടുക്കുക, നമ്മൾ ഷോപ്പ് ഫ്ലോറിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, നമ്മൾ ടോയ്ലറ്റ്സ് നീറ്റായി കാണിക്കുക, അവിടെയുള്ള എംപ്ലോയീസ് പ്രോപ്പർ PPE ധരിക്കുന്നുണ്ടെന്നുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ നമ്മുടെ റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വേണം, നമ്മൾ ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വേണം. അതേപോലെ നമ്മുടെ ടൈമിൽ ഡെലിവറി വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യുന്നുള്ളതിന് ഒരു പ്രൂഫ് കാണിക്കണം. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബ്രോൺ സർട്ടിഫിക്കേഷൻ. അതിനുശേഷം വരുന്നതാണ് സിൽവർ സർട്ടിഫിക്കേഷൻ എന്ന് പറയും, Z സിൽവർ സർട്ടിഫിക്കേഷൻ. അതിൽ അപ്പോൾ ഞാനീ പറഞ്ഞ 2017 സ്കീം വന്നു. അന്ന് 40ഓളം പാരാമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ കുറേ ഇൻഡസ്ട്രികൾക്ക് ഈ പറയുന്ന ഇത്രയും പാരാമീറ്റർ മീറ്റ് ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽട്ടി വന്നപ്പോൾ അവർ ഇതൊന്ന് റിഫൈൻ ചെയ്തിട്ട് 2022 ഇത് ഏപ്രിലാണ് റീലോഞ്ച് ചെയ്തു. പുതിയ Z അതിൻ്റെ ഒരു ഇതിലേക്ക് ലോഞ്ച് ചെയ്ത് അപ്പോൾ 20 പാരാമീറ്ററായിട്ട് നമ്മളത് കുറച്ചു.
അപ്പോൾ ആദ്യത്തെ 7 പാരാമീറ്റർ ബ്രോൺസിനും അടുത്ത 14 പാരാമീറ്റർ, മൊത്തം 14 പാരാമീറ്റർ സിൽവറിലും 20 പാരാമീറ്റർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഞാൻ 2 മാസം മുന്നേ QC ഡൽഹിയിൽ മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ കൊടുക്കാവുന്ന സർട്ടിഫിക്കേഷൻ. ഒരിക്കലും ഇതിന് പല പ്രോസസ്സുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രോൺസ് ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കായിട്ട് നമ്മൾ മൊബൈൽ ആപ്പ് വഴി ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ ബ്രോൺസ് ഒരു 24 hours കൊണ്ട് നിങ്ങൾക്ക് ബ്രോൺസ് കിട്ടും. പക്ഷേ അതിൽ തന്നെ കുറച്ച് നോൺ കംപ്ലൈൻസ് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്ന കേസാണ്. ഇപ്പോൾ കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അത് വളരെയധികം സ്ട്രിഞ്ചന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് വെറുതെ ലാഭത്തോടെ കിട്ടുന്ന സർട്ടിഫിക്കേഷൻ അല്ല. രണ്ടാമത് സിൽവർ സർട്ടിഫിക്കറ്റ്. സിൽവറിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ബ്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ബ്രോൺസ് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ബ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ജേർണിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ യു ഹാവ് ടു മൂവ് ടു നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ സിൽവറാണ്. ഈ സിൽവറിലേക്ക് പോകാമെന്നുള്ളത് അതിൽ നമുക്കൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് സാധിക്കുന്ന കേസല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ 14 പാരാമീറ്റർ അവിടെ മീറ്റ് ചെയ്യണം. അതിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്, ഒക്യുപേഷൻ സേഫ്റ്റി ഉണ്ട്, ടൈംലി ഡെലിവറി ഉണ്ട്, പ്രോസസ് കൺട്രോൾ, എനർജി മാനേജ്മെന്റ്, എൻവയൺമെന്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു 14 പാരാമീറ്റേഴ്സ് നമ്മുടെ പ്ലാന്റിൽ അത് വിത്ത് ഒരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ അതിൻ്റെ SOPs, ഫോർമാറ്റ്സ്, ചെക്ക് ലിസ്റ്റ് അതൊരു നിങ്ങൾ റൺ ചെയ്യുന്നുള്ളത് പ്രൂഫ് ഉൾപ്പെടെ കാണിച്ചാൽ മാത്രമാണ് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അത് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് കോസ്റ്റ് വരുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ 2022 തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു എംപാനൽഡ് കൺസൾട്ടന്റ് ഓർഗനൈസേഷനാണ് എംപാനൽ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് വി ആർ ദ ഒൺലി ഏജൻസി ഇൻ കേരള എംപാനൽ ഓഫ് ദി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോർ പ്രൊവൈഡിംഗ് ദി സർവീസ്. അതിനും ഒരുപാട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. എംപാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എംപാനൽമെന്റ് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിറ്റൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ ഹാൻഡ് ഹോൾഡിങ്ങിനുള്ള കൺസൾട്ടന്റ് ഓർഗനൈസേഷനാണ് ക്വാളിറ്റി കൗൺസിൽ എംപാനൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഒരു ബ്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് എടുക്കുക. അതിന് 2 ലക്ഷം രൂപയാണ്. ഈ പറയുന്ന മൈക്രോ യൂണിറ്റുകൾക്ക് നമുക്ക് 80% സബ്സിഡി ഉണ്ട്. അതായത് 2 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 80% സബ്സിഡിയാണ്. ദാറ്റ് മീൻസ് യു നീഡ് ടു പേ ഓൺലി 40,000 rupees ഫോർ ദ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട്. ഈ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് 4 മാസം ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഇനിഷ്യലി പോയി നമ്മൾ കൺസൾട്ടൻസ് ഈ പ്ലാന്റിൽ പോയി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു 3-4 ടൈംസ് നമ്മൾ ആ പ്ലാന്റ് വിസിറ്റ് ചെയ്ത് അവർക്കുള്ള ഫ്രീക്വന്റ് ഡിസ്കഷൻ വഴി ഓരോ ഫോർമാറ്റ്സും അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് SOPs ഡെവലപ്പ് ചെയ്ത് അത് റൺ ചെയ്യണം. ഈ 4 മാസം കൊണ്ട് ചെയ്യുന്ന പ്രോസസ്സാണിത്. ഇനിയിപ്പം സ്മോൾ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 60% സബ്സിഡി ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ബാക്കി പോയിട്ട് 80,000 രൂപ നമ്മൾ അടയ്ക്കണം. പിന്നെ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് 50% സബ്സിഡി ഉണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപ നമ്മൾ ഹാൻഡ് ഹോൾഡ് ഫീ ആയിട്ട് അടയ്ക്കണം. ഈ ഫീ നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് അടയ്ക്കേണ്ടത്. അതിനകത്ത് 3 മൈൽസ്റ്റോൺ ആണ്. മൈൽസ്റ്റോൺ 1 നമ്മളൊരു ബേസിക് ഡയഗ്നോസിസ് സ്റ്റഡി ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് ആക്ഷൻ പ്ലാൻ പ്രിപ്പറേഷൻ, ദെൻ മൈൽസ്റ്റോൺ 2 പ്രോഗ്രസ് റിവ്യൂ, ദെൻ മൈൽസ്റ്റോൺ 3 പ്രോഗ്രസ് റിവ്യൂ 2. അപ്പോൾ ഈ 3 പ്രോസസ്സ് കൊണ്ടാണ് 3 മൈൽസ്റ്റോൺ കൊണ്ടാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് 4 മാസം സമയമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ പല സ്ഥാപനങ്ങളും നമ്മൾ കാണുന്ന MSME സെക്ടറിൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരുപാട് MSME യൂണിറ്റുകളിലും എസ്റ്റേറ്റുകളും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല സ്ഥാപനങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്. ചോദിക്കുമ്പോൾ ISO ഉണ്ടോ? ISO ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഡോക്യുമെന്റേഷൻ അവിടെ, ഒരു ഫയൽ പോലും അവിടെ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ ISO എന്ന് പറയുന്ന ഒരു ക്ലയന്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള സാധനമാണ് ISO. ഇപ്പോൾ 10,000 2,000 രൂപ നമുക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടും, ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ അതാണ് ISO എന്ന് ധരിച്ച് ഞാൻ പറയും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാക്ക് ഓഫ് അവയർനെസ് ആണ്. MSME എന്ന് പറയുന്ന അവർക്ക് ഈ ISOയുടെ പ്രാധാന്യം എന്താണെന്ന് പോലും പലർക്കും അറിഞ്ഞു. 2,000 രൂപയുടെ ISO സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാൽ ISO സർട്ടിഫൈഡ് ഓർഗനൈസ് ചെയ്ത് കിട്ടും. പക്ഷെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ISO കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പലർക്കും അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ക്വാളിറ്റി കൗൺസിൽ തന്നെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതിൽ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ അതിലേക്ക് ഒന്ന് പറയാം. അപ്പം ഇതിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വിത്ത് NABCB നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഫോർ NABCB ഫോർ സർട്ടിഫിക്കേഷൻ ബോഡീസ്, അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുള്ള സർട്ടിഫൈഡ് ബോഡീസ് ഇത് മാത്രം നമ്മൾ ISO എടുത്താൽ മാത്രമാണ് അതിനൊരു വാലിഡിറ്റി ഉള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന Z എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് Z ബ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ISO 9000 പോകുകയാണെന്നുണ്ടെങ്കിൽ 50,000 rupees സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ Z വഴി നമ്മൾ ഓൺലൈനായിട്ട് ഇതെല്ലാം പേപ്പർലെസ് ആണ്, ഇതെല്ലാം മൊബൈൽ ആപ്പ് വഴിയാണ് ചെയ്യുന്ന കാര്യങ്ങൾ. 50,000 rupees. അതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് സർട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ 50,000 രൂപ സബ്സിഡി ഉണ്ട്. അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് അതിന് നമുക്ക് സബ്സിഡി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ NABCB അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ പറഞ്ഞ് നമ്മൾ ISO എടുക്കണം. ഇപ്പോൾ ഇവിടെയുള്ള നമ്മൾ TUB അല്ലെങ്കിൽ DNB, ബ്യൂറോ വെരിറ്റാസ് പോലുള്ള സ്ഥാപനങ്ങൾ വഴി ISO എടുത്താൽ മാത്രമാണ് ഈ പറയുന്ന സബ്സിഡീസ് കിട്ടുള്ളൂ.
പക്ഷെ അതിലേക്കാളുപരി നമ്മൾ സബ്സിഡി അല്ല ഇതിനകത്ത് ഏറ്റവും ഒരു കാര്യം. നമ്മൾ ഒരു ISO ഒരു എടുത്ത ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിസ്റ്റമാറ്റിക് ആയിരിക്കും കാര്യങ്ങൾ പോകേണ്ടത്. ഇപ്പൊ പല MSME നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത്, ഇപ്പോൾ അവിടെ ചെന്ന് അന്ന് ചെല്ലുമ്പോൾ ഓണർ ഇല്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ ഉള്ളവർ. ഇന്നിപ്പോൾ ഓണർ വന്നിട്ടില്ല, പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ. നാളെ ഇപ്പം ഒരാൾ ചോദിച്ചു ഇനിയിപ്പോൾ എന്താ അടുത്ത് അത് അദ്ദേഹം വരട്ടെ അല്ലെങ്കിൽ അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ഓണർക്കും തോന്നുന്നു ഞാൻ ചെന്നില്ലെങ്കിൽ പ്ലാന്റ് ഓടില്ല എന്ന കൺസെപ്റ്റ് പലർക്കും ഉണ്ട്. ഞാൻ ചെന്നിട്ട് വേണം ആ കാര്യം ചെയ്യാൻ. ഇറ്റ്സ് എ റോങ് കൺസെപ്റ്റ്. ശരിക്കും ഒരു ഇൻഡസ്ട്രിയും ഒരു MSME അങ്ങനെ ഓടില്ല ഒരിക്കലും. ഒരു MSME ഏത് സിസ്റ്റം ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി സിസ്റ്റം ഡ്രിവൺ, നോട്ട് ഇൻഡിവിജ്വൽ ഡ്രിവൺ. മനസ്സിലായില്ലേ? ഏത് സ്ഥാപനം സിസ്റ്റം ഓടിക്കണം. ഇപ്പം ഞാനവിടെ MSME ഓണർ വന്നില്ലെങ്കിലും ദാറ്റ് ഷുഡ് റൺ, ദാറ്റ് ഷുഡ് ഗോ. മനസ്സിലായില്ലേ? ഒരിക്കലും ഓണർക്ക് അല്ലാതെ ഓണർ റെസ്പോൺസിബിലിറ്റി പ്ലാന്റ് ഓടിക്കുക എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? പ്ലാന്റ് ഓടിക്കണം അവിടെയുള്ള നമ്മൾ സ്ഥാപനം വെച്ചിട്ടുണ്ട്. ദേ ഷുഡ് റൺ ദ ഓർഗനൈസേഷൻ, ദേ ഷുഡ് റൺ ദ പ്ലാൻ. ഓണർ ഉത്തരവാദിത്തം ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. മനസ്സിലായില്ലേ? അപ്പോൾ പല സമയം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന വെച്ചാൽ ഈ ഓണർ ഇതിന്റെ പുറകെ കിടന്ന് തല കൊഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം രാവിലെ വന്നിട്ട് വേണം ഈവൻ ചിലപ്പോൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിനാൻസിന്റെ കാര്യങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്ന് അദ്ദേഹത്തിന് വേറെ സ്വന്തമായി ചിന്തിക്കാനുള്ള സമയമില്ല, സാഹചര്യമില്ല. അപ്പൊ ഈ പറയുന്ന സിസ്റ്റംസ് വന്നാൽ ഗുണമെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡേർഡൈസ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത് അവിടെ നിൽക്കുന്ന ഓരോ എംപ്ലോയീസിനും അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ ഇന്ന് വന്നില്ലെങ്കിലും അദ്ദേഹം ചെയ്യുന്ന കാര്യം അതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ SOP ഒരു ഗുണം. അതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഇന്നിപ്പോൾ ആ സെക്ഷനിൽ ഒരാളില്ലെങ്കിൽ എനിക്ക് ആ സെക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. ഇപ്പോൾ ഒരു ഫർണസ് ഉണ്ട്, അതിന് എത്ര ടെമ്പറേച്ചർ വേണം, എത്ര ഡ്യൂറേഷൻ ഫർണസിൽ വെക്കണം, അതിന്റെ ക്വാണ്ടിറ്റി എന്താണ്, കപ്പാസിറ്റി യൂട്ടിലൈസ്, ഇതൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ് വേണ്ടത്, ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പ്ലാന്റ് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മാത്രമാണ് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരുപാട് പാരാമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ഓരോ സ്റ്റേജ് ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാവുന്ന റോ മെറ്റീരിയൽ വന്നു, അതിന്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ അവിടെ തന്നെ വേണം. ആ പറയുന്ന റോ മെറ്റീരിയൽ അത് ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ക്വാളിറ്റി ഉണ്ടോ അവിടെ തന്നെ ചെക്കിങ് കഴിയണം. അത് കഴിഞ്ഞ് പ്രോസസ്സിലേക്ക് എത്തി കഴിഞ്ഞാൽ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഈ പറയുന്ന ഡിസൈഡ് ക്വാളിറ്റി മീറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, അവസാനം പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ചെക്കിങ് വേണം, ഇത് പറയുന്ന സ്പെസിഫിക്കേഷൻ വന്നിട്ടുണ്ടോ. അപ്പോൾ പല ഇൻഡസ്ട്രിയും ആണെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ വന്നു, അതിന്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല, പ്രോസസ്സ് ചെയ്തു ഫൈനൽ എത്തി കഴിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിൽ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പറയുന്ന സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അത് റിജക്ഷനായി. പല അങ്ങനെ ഒരുപാട് അവിടെ ഉണ്ടാകുന്ന നമുക്ക് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടോ. നമ്മൾ റോ മെറ്റീരിയൽ അത്രയും വേസ്റ്റായി, നമ്മുടെ മാൻ പവർ അത്രയും വേസ്റ്റായി, അത്രയും എനർജി വേസ്റ്റായി, അത്രയും പൈസ, ഇതൊക്കെ നമുക്കുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഫണ്ടൊക്കെ നമ്മളറിയാം. MSME എന്ന് പറയുമ്പോൾ ഒരുപാട് ഫണ്ട് ഗവൺമെന്റ് കൊടുക്കും. ഇപ്പം ഞങ്ങൾ തന്നെ എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കേരള ഗവൺമെന്റ് എനർജി മാനേജ്മെന്റ് സെക്ടറിന്റെ ഫണ്ടോട് കൂടി ഏകദേശം 20ഓളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നമ്മൾ പോയിട്ട് എനർജി എഫിഷ്യൻസി മാത്രം നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഒരു MSME സെക്ടറിൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പം ഞാൻ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്നത് വെച്ചാൽ അവിടെ പറയാം, നമുക്കറിയാം ഒരു MSME ചെല്ലുമ്പോൾ ഒരു മോട്ടോർ കത്തിക്കഴിഞ്ഞാൽ, ഒരു മോട്ടോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എനർജി എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കോസ്റ്റാണ് MSME സംബന്ധിച്ച്. അപ്പോൾ ഒരു മോട്ടോർ കത്തി, അത് വീണ്ടും റിവൈൻഡ് ചെയ്ത് നോക്കും, വീണ്ടും കത്തും, വീണ്ടും റിവൈൻഡ്, അങ്ങനെ 7-8 തവണ റിവൈൻഡ് ചെയ്ത് ഓടിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ഓടിക്കുന്നുള്ള എന്താണ് ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നത്, അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംവിധാനങ്ങൾ അവിടെ ഇല്ല. ഇപ്പം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവർക്ക് അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിമെന്റ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ദേ ഹാവ് അസോസിയേഷൻ ഫോർ സിമെന്റ് ഇൻഡസ്ട്രി അസോസിയേഷൻ. അപ്പോൾ അവിടെ വരുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഡിസ്കസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. എന്ത് ടെക്നിക് ഇപ്പം നമ്മൾ വേൾഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സിമെന്റ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലാണ്, പണ്ട് ജപ്പാനിലായിരുന്നു. അപ്പോൾ അതൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തലത്തിൽ ഈ പറഞ്ഞ മേജർ ഇൻഡസ്ട്രീസ്, ഞാൻ പറഞ്ഞ MSME അല്ല, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെല്ലാം ഈ എനർജി പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അവർക്ക് ടാർഗറ്റ് കൊടുത്തേക്കാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നിങ്ങൾ അടുത്ത 3 വർഷം കൊണ്ട് നിങ്ങളുടെ സ്പെസിഫിക് എനർജി കൺസംപ്ഷൻ എന്ന് പറയും, അതായത് നിങ്ങൾ 1 ടൺ സിമെന്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇത്ര എനർജി യൂസ് ചെയ്യുന്നു, 3 വർഷം കൊണ്ട് നിങ്ങൾ ഇത്രയായിട്ട് കുറച്ചിരിക്കണം. ദാറ്റ് ഈസ് എ ടാർഗറ്റ് ഗോഡ്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിലുള്ള സ്റ്റിഞ്ചന്റ് നോംസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സിമെന്റ്, അങ്ങനെ എല്ലാ സെക്ടറിലും ബെസ്റ്റ് സിമെന്റ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലാണ്. നമ്മൾ ഓരോ വർഷം ചെല്ലുന്നതോടെ നമ്മൾ ഒരുപാട് എനർജി കൺസംഷൻ കുറച്ചുകൊണ്ടുവരാണ് ഇൻഡസ്ട്രി സെക്ടറിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് MSMEയിൽ വരെ സംഭവിക്കുന്ന വെച്ചാൽ ഈ പറയുന്ന എനർജി കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നോ ദോഷം എന്താണെന്ന് അറിഞ്ഞുകൂടാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു മോട്ടറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 88-90% എഫിഷ്യൻസിയാണ്. ഓരോ തവണ റിവൈൻഡ് ചെയ്യുന്നതോറും അതിനൊരു 2-3% എഫിഷ്യൻസി കുറയും. അങ്ങനെ ഒരു 5 പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എഫിഷ്യൻസി വിൽ കം ഡൗൺ ബൈ അറൗണ്ട് 15%. ഈ 15% എഫിഷ്യൻസി കുറയെന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യം 10 കിലോവാട്ട് എടുത്തിരുന്ന മോട്ടർ ഒരു 4 പ്രാവശ്യം റിവൈൻഡ് ചെയ്യുമ്പോൾ 15 കിലോവാട്ട് എടുക്കും. പക്ഷെ നമുക്കെന്താ വെച്ചാൽ അവിടെ ഒരു മോണിറ്ററിംഗ് സംവിധാനമൊന്നുമില്ല.
സാധനം അപ്പോഴും റൺ ചെയ്യും, നമ്മുടെ മെഷീൻ ഓടും, എല്ലാം ഓടും. പക്ഷേ ഈ 10 എന്നുള്ള സാധനം 15 ഇവന് അറിയുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മന്ത്ലി ഒരു റിവ്യൂ പോലും നടക്കുന്നില്ല എന്നുള്ളത്. പല MSME ചെല്ലുമ്പോൾ കഴിഞ്ഞ മാസം നിങ്ങളുടെ ബില്ല് എത്രയായിരുന്നു, നിങ്ങളുടെ പ്രൊഡക്ഷൻ എത്രയാണ്. ദർ ഈസ് നോ ലിങ്കിങ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് എനർജി കൺസംഷൻ. ഞാൻ പറഞ്ഞ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി മാത്രമല്ല. നമ്മൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കൺസെപ്റ്റ് KSEB ഇലക്ട്രിക്കൽ എനർജി അതല്ല. എനർജി എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി വരും, നമ്മുടെ ഫർണസ് ഓയിൽ ഉണ്ടെങ്കിൽ അത് വരും, ഡീസൽ ഉണ്ടെങ്കിൽ അത് വരും, LPG വരും, LNG വരും, വാട്ട് എവർ ബി ദ എനർജി സോഴ്സസ്, ഇതെല്ലാം കൂടെ കവർ ചെയ്യുമ്പോഴാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു മെക്കാനിസം ഇല്ല. അതായത് കഴിഞ്ഞ മാസം ഞാൻ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, എൻ്റെ എത്ര എനർജി കോസ്റ്റ് വന്നു, അത് തമ്മിലുള്ള ലിങ്കിങ് ഉണ്ടോ, വാട്ട് ഈസ് ദ എനർജി കൺസംഷൻ പെർ പ്രോഡക്റ്റ് ഓർ പെർ ടൺ, അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല. അപ്പം അതാണ് നമ്മൾ ആദ്യം അറിയുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞത് MSME എന്ന് പറയുന്നത് നമ്മൾ ഒരു പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ദർ ഷുഡ് ബി ലിങ്കിങ്. നമ്മുടെ പെർഫോമൻസ് ആയിട്ട് ഇപ്പോൾ ലിങ്ക്ഡ് ആയിരുന്നു. സാർ പറഞ്ഞ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയും പോലെ നമ്മൾ ഓർഗനൈസേഷൻ പെർഫോമൻസ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ എന്ത് കോസ്റ്റും വരുന്നത്. ഇപ്പോൾ എംപ്ലോയി കോസ്റ്റ് ആയിക്കോട്ടെ, ഇൻവെന്ററി കോസ്റ്റ് ആയിക്കോട്ടെ, എനർജി കോസ്റ്റ് ആയിക്കോട്ടെ, വാട്ടർ മെഷീനറി എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എപ്പോഴും ഇത് ലിങ്കിങ് വേണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളൊരു ഈ ഒരു സിസ്റ്റം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ MSME മേഖലകളിൽ നമ്മൾ ഉയർന്നു വരാനുണ്ട്. അത് അവർ തെറ്റു പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ലാക്ക് ഓഫ് അവയർനെസ്. അപ്പം അങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ലാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള നോളജ് ഷെയർ ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അവർക്ക് അങ്ങനേതായ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന ടെക്നോളജി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ ടെക്നോളജി മാർക്കറ്റിൽ അവൈലബിൾ, പക്ഷെ അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കംപ്രസൈസ് സിസ്റ്റം, എയർ കംപ്രസൈസ് പല യൂണിറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില്ലർ ആയിക്കോട്ടെ, ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു 10 വർഷം കഴിഞ്ഞ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി റീപ്ലേസ് ദാറ്റ് വിത്ത് ന്യൂ വൺ. മനസ്സിലായില്ലേ? പണ്ടൊക്കെ 10 വർഷം പഴക്കമെന്ന് വെച്ചാൽ അതിന്റെ എഫിഷ്യൻസി ഒരുപാട് കുറവായിരിക്കും. അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ, പക്ഷെ എങ്കിൽ തന്നെയും ആ സാധനത്തിൽ നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയ പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ഇൻഡക്ഷൻ, പെർമനന്റ് മാഗ്നറ്റ് എയർ കംപ്രസേഴ്സ് ഒക്കെ അവൈലബിൾ, പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. ഇതൊക്കെ വച്ചു കഴിഞ്ഞാൽ അതിന്റെ കൺസംഷന്റെ മേ ബി ഒരു 40-50% കൺസംഷൻ കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു 2 വർഷം കൊണ്ട് 2-3 വർഷം കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടും. മാക്സിമം 2-3 years അതുകൊണ്ട് പോവില്ല. ഇപ്പോൾ 2 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 years ആയിക്കോട്ടെ, നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് 30% ആണ്. റിട്ടേൺ 33% റിട്ടേൺ ആണ്. ഒരു പ്രോജക്ട്സിലും നിങ്ങൾക്ക് ഈ പറയുന്ന 30% ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ 8-10% അല്ലെങ്കിൽ 7-8% കിട്ടും. വേറെ ഏത് പ്രോജക്ട്സിലും ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന എനർജി എഫിഷ്യൻസി ആയിക്കോട്ടെ, നമ്മളൊരു എക്യുപ്മെന്റുമാരി പുതിയ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അത്ര അവെയർ അല്ല. അതാണ് സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2 ഫേസ് ആയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് ഫേസ് 1, ഫേസ് 2. ഫസ്റ്റ് ഫേസിൽ ഇപ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടർ മാത്രമുള്ള MSMEസിനാണ് പിന്നെ അത് എലിജിബിലിറ്റി ഉള്ളൂ. അടുത്ത സർവീസ് സെക്ടറൊക്കെ അടുത്ത ഫേസിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടറിലുള്ള ഉദ്യം രജിസ്ട്രേഷൻ ഉള്ള എല്ലാ MSME യൂണിറ്റുകൾക്കും നമ്മൾ ഈ പറയുന്ന സെറ്റ് സർട്ടിഫിക്കേഷൻ എടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ഞാൻ പറഞ്ഞില്ല, എംപയർമെന്റ് കൺസൾട്ട് ഓർഗനൈസേഷൻ ആണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ബ്രോൺസ് സർട്ടിഫിക്കേഷൻ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏത് യൂണിറ്റും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ടൻസ്, ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തന്നെ കുറേ ആളുകൾ നമ്മൾ സെറ്റ് ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അവരെല്ലാം ഫീൽഡിലുണ്ട്. അത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തന്നെ ഈ പറയുന്ന സെറ്റിൽ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് അതിൽ ക്വാളിഫൈ ആയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ഫീൽഡിൽ സപ്പോർട്ട് കൊടുക്കാൻ നടക്കുന്നത്. അവരെ നമ്മൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഒരു മൊബൈൽ ആപ്പ് വഴിയാണ് ഈ പ്രോസസ് എല്ലാം ചെയ്യുന്നത്. ആ പറയുന്ന വരുന്ന ആളുകൾ സെൽഫി ഉൾപ്പെടെ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സർവീസ്, ബ്രോൺസ് ലെവലുള്ള സർവീസ് നമ്മൾ ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട പോസ്റ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സൈറ്റിൽ വന്ന് പറയുന്ന എന്തൊക്കെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ഫോട്ടോസ് എടുക്കണം, അതെല്ലാം മൊബൈൽ ആപ്പിൽ എടുത്ത് അപ്ലോഡ് ചെയ്ത് യു വിൽ ഗെറ്റ് ബ്രോൺസ് സർട്ടിഫിക്കേഷൻ. ആ ഒരു സർവീസ് ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശത്തിലുള്ളൂ ടു പ്രൊമോട്ട് ദിസ്
സർട്ടിഫിക്കേഷൻ ഫോർ MSMEs. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എല്ലാ MSMEs കിട്ടണം. ആ ഒരു ആസ്പെക്റ്റിലാണ് പ്രൊഡക്റ്റ് കൗൺസിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ പറഞ്ഞ 3 സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റി ഉള്ളത്. നമ്മൾ ആദ്യം ഇതിനകത്തൊരു നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇമെയിൽ ID വേണം, നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ അതിൽ ലിങ്ക് ചെയ്തിരിക്കും മൊബൈൽ നമ്പറുമാണ് കൊടുക്കേണ്ടത്. അതായത് ഉദ്യം എടുത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഉദ്യം നമ്പറും മൊബൈലും കൂടെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്ലഡ്ജ് കിട്ടും. ആ ഒരു പ്ലഡ്ജ് പ്ലഡ്ജ് എടുത്ത് നമ്മൾ അണ്ടർടേക്കിംഗ് കംപ്ലയിൻസ്, ദെൻ ഡോക്യുമെന്റ് അപ്ലോഡ്. ഈ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്ലാനിൽ വന്ന് നിങ്ങളുടെ ബേസിക് ആയിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് അപ്ലോഡ് ചെയ്യണം. കുറച്ച് ഫോർമാറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോൺസ് സർട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത സ്റ്റേജാണ് നമ്മൾ പറയുന്ന സിൽവർ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറേ ഡോക്യുമെന്റ്സ് ഈ പറയുന്ന ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് കഴിഞ്ഞ് ഈ പറയുന്ന നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഈ പറയുന്ന ഡോക്യുമെന്റ്സിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ സിൽവറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫീസിൽ തന്നെ ഒരു സെറ്റ് അസസർ നിങ്ങളുടെ സൈറ്റിലേക്ക് അയക്കും. ഈ ഹാൻഡ് ഹോൾഡിങ്ങും സെറ്റ് കൺസൾട്ടന്റും സെറ്റ് അസസറും റോളാണ്. കൺസൾട്ടന്റ് റോള് ഹാൻഡ് ഹോൾഡ് ചെയ്ത് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു അസസർ വന്നിട്ടാണ് ഇവാലുവേറ്റ് ചെയ്ത് അദ്ദേഹമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് വെദർ യു ആർ എലിജിബിൾ ഫോർ സിൽവർ ലെവൽ എന്നുള്ള വെരിഫിക്കേഷൻ. ആ ഒരു പ്രോസസ്സാണ് ഇത് നടക്കുന്നത്. ഓൺ സൈറ്റ് അസസ്മെന്റ് ഉണ്ട്, അതിനുശേഷമാണ് റെക്കമെൻഡേഷൻ ആൻഡ് അസസ്മെന്റ് റിപ്പോർട്ട്, ദെൻ യു വിൽ ഗെറ്റ് സിൽവർ. അതിന് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പല യൂണിറ്റുകളും അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഗോൾഡ് ലെവലിലേക്കാണ്. ഗോൾഡ് എന്നത് കുറച്ചുകൂടി ക്രിട്ടിക്കലാണ്. അതിലൊരു 20 പാരാമീറ്റർ ഉണ്ട്. അത് കുറച്ചുകൂടി നന്നായിട്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നേരത്തെ 500 കോടി ടേൺ ഓവർ മുകളിലുള്ളവർക്കാണ് CSR സപ്പോർട്ടൊക്കെ നമുക്ക് മാൻഡേറ്ററി ആയിരുന്നത്. പക്ഷേ ഈ പറയുന്ന ഗോൾഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടെ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ഗോൾഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്രയും പാരാമീറ്റർ ആണ് ഇതിൽ വരുന്നത്. നമ്മൾ ആദ്യത്തെ 7 പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 7 വരെ. ബേസിക് എന്ന് വെച്ചാൽ ബ്രോൺസിലേക്ക് പോകുമ്പോൾ വളരെ ബേസിക് റിക്വയർമെന്റ് മതി. പക്ഷേ വെൻ ഇറ്റ് ഗോ ഫോർ സിൽവർ നമ്മൾ ഈ പറയുന്ന അതിൽ വളരെ ബേസിക് ഗ്രാസ് റൂട്ട് ലെവലുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ലീഡർഷിപ്പ് ഉണ്ട്, സ്വച്ഛ് വർക്ക് പ്ലേസ്, ഓക്യുപ്പേഷൻ സേഫ്റ്റി, ടൈമിൽ ഡെലിവറി. ഇതൊക്കെ ഒരു പാരാമീറ്റർ ആണ്. നിങ്ങളൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമിൽ ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 പീസിന്റെ ഓർഡർ അടുത്ത ഇന്ന് ഓർഡർ കിട്ടി, നിങ്ങൾ ഡെലിവറി ഡേറ്റ് നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ആ ഡെലിവറി സാധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് കേപ്പബിൾ. ദാറ്റ് നിങ്ങളുടെ കോമ്പറ്റൻസി കാണിക്കുന്നത്. സാർ ഓക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് 24 സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ ഈ സർട്ടിഫിക്കേഷൻസ് ഓൾറെഡി ഉള്ളവർക്ക് പല പാരാമീറ്റർ എക്സംപ്റ്റഡ് ഉണ്ട്. ഇപ്പോൾ പാരാമീറ്റർ നമ്പർ 3 സ്വച്ഛ് വർക്ക് ഓക്യുപ്പേഷൻ സേഫ്റ്റി, നിങ്ങൾ ISO 45000 ഓൾറെഡി ഉണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. അതേപോലെ ക്വാളിറ്റി മാനേജ്മെന്റ് ISO 9000 ഉണ്ടെങ്കിൽ ആ പാരാമീറ്റർ എക്സംപ്റ്റഡ് ആണ്. ഡെയിലി വർക്ക്സ് മാനേജ്മെന്റ്, അതായത് അഡ്വാൻസ് ലീൻ കോമ്പറ്റൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും. അതേപോലെ എനർജി മാനേജ്മെന്റ്, എൻവയൺമെന്റ് മാനേജ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്. ഈ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്ലാനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് അധികം നമുക്ക് എക്സെപ്റ്റഡ് ആയിരിക്കും. ഇതിൻ്റെ അത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു സ്ട്രീം ലൈൻഡ് ഓപ്പറേഷൻസ് ആൻഡ് ലോവർ കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, കുറച്ചുകൂടെ ഓപ്പറേഷൻ സ്ട്രീം ലൈൻ ചെയ്ത് പോകാൻ പറ്റും. സുപ്പീരിയർ ക്വാളിറ്റി, ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ സ്റ്റേജിൽ അതിന് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ഇൻക്രീസിൽ എൻവയൺമെന്റ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ ക്രെഡിബിൾ റെക്കഗ്നീഷൻ ഉണ്ടാവും. ഇമേജ് ഓഫ് എ റെസ്പോൺസിബിൾ എന്റർപ്രൈസ്, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഞാൻ പറഞ്ഞില്ല ഇതിലെപ്പോഴും വേറൊരു അഡ്വാൻറ്റേജ് കാണുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പല ഓർഗനൈസേഷൻസ് പല MSMEs ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ വേറൊരു കോമ്പറ്റീറ്റർ ഒരു ലോ കോസ്റ്റ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് അദ്ദേഹത്തിന് അതിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷേ ദർ ഈസ് നോ കമ്പാരിസൺ, ദർ ഈസ് നോ മെക്കാനിസം ഫോർ കമ്പയറിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ്. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഒരു ഹോം അപ്ലയൻസ് വാങ്ങിക്കുമ്പോൾ, നമ്മളൊരു AC ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ യു ക്യാൻ സീ എ സ്റ്റാർ ലേബലിംഗ് അല്ലേ, സ്റ്റാർ ലേബലിംഗ് കാണും. അതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു 2010 മുന്നേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ പറയുന്ന അദ്ദേഹത്തിന്റെ കഴിവ് പോലെ ഇരിക്കും, അദ്ദേഹം ഏത് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കും അദ്ദേഹത്തിന്റെ കഴിവ് പോലെ ഇരിക്കും. പക്ഷേ ഈ സ്റ്റാർ ലേബലിംഗ് വന്നതിന് ശേഷം നമുക്ക് ആരുടെ വിത്തൗട്ട് എനിബഡീസ് ഹെൽപ്പ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കണം. കാരണം 5 സ്റ്റാറാണ് ഡെഫിനറ്റ്ലി അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഷുറൻസ് കൊടുക്കുകയാണ്. ഈ 5 സ്റ്റാറുള്ള പ്രോഡക്റ്റ് ഇത്രയും എനർജി എഫിഷ്യൻസി ഉണ്ട്, നിങ്ങളുടെ കോസ്റ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആരും സപ്പോർട്ട് വേണ്ട. ദാറ്റ് ഈസ് എ സർട്ടിഫിക്കേഷൻ പ്രോസസ്. സിമിലർലി ഈ പറയുന്ന ഒരു സെറ്റ് സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിൽവർ സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഗോൾഡ് സർട്ടിഫൈഡ് യൂണിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒരു കസ്റ്റമർ കാണുമ്പോൾ നിങ്ങൾ സിൽവർ എന്ന് കാണുമ്പോൾ ദർ ഈസ് നോ ഡൗട്ട് ഓൺ ദാറ്റ്. അതിനകത്ത് ക്വാളിറ്റി ഉണ്ട്, എന്താ പറയുക, ഈ പറയുന്ന
ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അവിടെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആൾക്ക് കുറച്ചുകൂടെ ഹയർ മാർജിൻ കിട്ടാൻ സാധ്യതയുണ്ട്. സാധ്യത കൂടുതൽ കിട്ടും. നമ്മൾ 5 സ്റ്റാർ പ്രോഡക്റ്റിന് 3 സ്റ്റാറോട് കമ്പയർ ചെയ്യുമ്പോൾ 10,000 രൂപ കൂടുതൽ കൊടുത്താലാണ് AC വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വി ആർ റെഡി ടു പേ ദാറ്റ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്വാളിറ്റി, അവിടെ ഒരു അഷുറൻസ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതൊരു സർട്ടിഫിക്കേഷൻ ആണ് ദാറ്റ് എൻഷുർ ദാറ്റ് ഈ പ്രോഡക്റ്റിന് അത്രയും സോ ക്വാളിറ്റി ഉണ്ട് എന്ന് ഒരു അഷുറൻസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് അത് ഈ പറയുന്ന MSMEകൾക്ക് വളരെ നന്നായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന MSME യൂണിറ്റുകൾ വളരെയധികം അഡ്വാൻറ്റേജ് ആണ് സർട്ടിഫിക്കേഷൻ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇതിനൊരു 10,000 രൂപ ഈ നമ്മുടെ ബ്രോൺസ് സർട്ടിഫിക്കേഷൻ 10,000 രൂപ കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന നമ്മൾ രജിസ്റ്റർ ചെയ്ത് 1 വർഷത്തിൽ നമ്മൾ ബ്രോൺസിലേക്ക് പോവുകയാണെങ്കിൽ 0 പേയ്മെന്റ് നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാം. 0 പേയ്മെന്റ്. പിന്നെ വരുന്ന ബ്രോൺസ് സർട്ടിഫിക്കേഷൻ നമുക്ക് 40,000 രൂപ, സിൽവറിന് 40,000 രൂപ സർട്ടിഫിക്കേഷൻ കോസ്റ്റ് ഉണ്ട്. ഗോൾഡ് സർട്ടിഫിക്കേഷൻ 90,000 സർട്ടിഫിക്കേഷൻ കോസ്റ്റ് ഉണ്ട്. അതിൽ ഈ പറയുന്ന സബ്സിഡീസ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പെർസെൻറ്റേജ് സബ്സിഡി നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. 80% സബ്സിഡി മൈക്രോ, അത് കോസ്റ്റ് ഓൺ സർട്ടിഫിക്കേഷൻ ആണ്. ഇത് 8,000 രൂപ ബ്രോൺസ്, 32,000 സിൽവർ, ദെൻ 72,000 ഗോൾഡ്. 3 ഇതാണ് അതിന് കോസ്റ്റ് വരുന്നത്. അതിൽ തന്നെ 80% സബ്സിഡി ഉണ്ട്, 60% സ്മോൾ ഉണ്ട്, 50% മീഡിയം എന്റർപ്രൈസ്, 100% വിമൺ ഓൺഡ് എന്റർപ്രൈസ് 100% സബ്സിഡിയാണ്. അവർക്ക് ഒരു പൈസ മുടക്കില്ലാതെ നമുക്ക് ഈ സർട്ടിഫിക്കേഷനിൽ പോകാൻ പറ്റും. പിന്നെ അഡീഷണൽ സബ്സിഡി ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 10,000 രൂപ ജോയിനിങ് റിവാർഡായിട്ട് വരുന്നുണ്ട്. സെറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ സബ്സിഡി അപ്പോൾ തന്നെ ഒരു റിവാർഡുണ്ട്. അതുകൊണ്ട് നമുക്ക് ബ്രോൺസിലേക്ക് പോകുമ്പോൾ 0 പേയ്മെന്റ് കൊടുത്താൽ മതി. അതേപോലെ MSMEs വിച്ച് ആർ ഓൾസോ പാർട്ട് ഓഫ് ദ സ്ഫുട്ടി അല്ലെങ്കിൽ പറയുന്ന ഒരു ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ യൂണിറ്റുകളാണെങ്കിൽ അഡീഷണൽ 5% സബ്സിഡി ഉണ്ട്. പിന്നെ നമ്മൾ SC/ST 100% ഫോർ MSMEs ഓൺഡ് ബൈ SC/ST ഓർ MSME നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള യൂണിറ്റുകൾക്ക് അഡീഷണൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാവുന്നത്, നമുക്ക് ഡയറക്റ്റ്ലി സിൽവറിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പലരും ചോദിക്കാറുണ്ട്. പോകുന്നതിന് തടസ്സമില്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി സിൽവറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില യൂണിറ്റുകൾ ഡയറക്റ്റ് സിൽവറിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ചില ഓർഗനൈസേഷൻ നമുക്ക് ഡിഫൻസിലേക്കൊക്കെ പ്രോഡക്റ്റ് വന്ന ഓർഗനൈസേഷൻസിനൊക്കെ ഓൾറെഡി അവർ കുറേ സർട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ നമുക്ക് ഡയറക്റ്റ് സിൽവറിലേക്ക് പോകാം. അവർക്ക് മേ ബി ഈ പറയുന്ന ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാത്ത യൂണിറ്റുകൾക്ക് നമ്മൾ നേരെ സിൽവറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഫുൾ റെഡി 2 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ സംഭവം ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ആദ്യം ബ്രോൺസ് എടുക്കുക, അതിനുശേഷം ഗ്രാജുവലി സിൽവർ, ദെൻ ഗോൾഡിലേക്ക് പോകുക. അതാണ് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്. പ്രോഡക്റ്റ് സർട്ടിഫിക്കേഷൻ, പ്രോഡക്ട്സ് ടെസ്റ്റിംഗ് 70% അല്ലെങ്കിൽ 50,000 രൂപ മാക്സിമം കൊടുക്കുക. ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് 2 ലക്ഷം രൂപ ഉണ്ട്. പിന്നെ നമുക്കൊരു 3 ലക്ഷം രൂപ വരെ ടെക്നോളജി അപ്ഗ്രേഡേഷൻ, നമ്മുടെ പ്ലാന്റിലുള്ള ഏതെങ്കിലും ഇൻഎഫിഷ്യൻ്റ് ആയ ഒരു എക്യുപ്മെന്റ് നമ്മൾ മാറ്റി പുതിയ എക്യുപ്മെന്റിൽ പോയി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതിലുൾപ്പെടെ നമുക്ക് സോളാർ ഇൻസ്റ്റലേഷൻ വരെ അതിന്റെ സ്കീമിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ, നമ്മൾ എൻവയൺമെന്റിൽ നമ്മൾ പറയുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ഏത് തരത്തിലുള്ള പ്രോജക്ട്സ് ആണെങ്കിലും അത് 3 ലക്ഷം രൂപ നമ്മൾ സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെയിൽവേ കൺസെഷൻ ഉണ്ട്, നമ്മൾ പാർസൽ സർവീസ്, പിന്നെ ബാങ്ക്സിൽ കൺസെഷൻ ഉണ്ട്, നമ്മുടെ പ്രോസസ്സിംഗ് ഫീൽ കൺസെഷൻ ഉണ്ട്, അതേപോലെ ഇൻട്രസ്റ്റിൽ കൺസെഷൻ ഉണ്ട്, അതേപോലെ ഡിജി ലോക്കർ സംവിധാനങ്ങൾ. പിന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അത് അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സമയം അതിക്രമിച്ച് ബാക്കി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സൈറ്റിൽ വന്ന് നമ്മുടെ ഫെസിലിറ്റേറ്റർ പറഞ്ഞു തരും. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ അവസരം തന്ന ഈ പറയുന്ന ചേംബറിനും അതുപോലെ മുഹമ്മദ് സാറിനും പ്രത്യേകം നന്ദി പറഞ്ഞു നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല നാളെ അല്ലെങ്കിൽ നല്ല ദിനങ്ങൾ ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.